ഒരു ആരാധകനൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്നാണ് വന്നതെന്നല്ലേ പറഞ്ഞേ? മൂവാറ്റുപുഴ കാണാൻ വേണ്ടി വന്നോ? കണ്ടോ? കണ്ടു. ഇനി 4 മണിയാകുമ്പോൾ ഇവിടെ ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. കണ്ടിട്ടേ പോവുള്ളൂ. ഒന്നുകൂടെ കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നതാണോ? അത് തന്നെ, കണ്ടിട്ടേ പോവുള്ളൂ. കണ്ടിട്ടേ പോകും. ഇതുപോലെ കണ്ടിട്ടേ പോകുള്ളൂ. അതായത് ഈ നിയമത്തിൻ്റെതായ പരീക്ഷയുടെ പുറത്ത് ദിലീപ് കുറ്റവിമുക്തനാക്കി പുറത്തിറങ്ങിയതിനു ശേഷവും ദിലീപിനെ കണ്ട് ആ സന്തോഷം പങ്കിടുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനിയും ദിലീപ് പുറത്തിറങ്ങുമോ എന്ന കാത്തിരിപ്പിനോട് കൂടി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല സിനിമാ മേഖലയിൽ നിന്നുള്ള പല ആളുകളും ദിലീപിനെ കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും എത്തുന്നുണ്ട്. എന്താണെങ്കിലും വലിയ തിരക്കുകൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന പോലെ വലിയ തിരക്കുകളോ മറ്റു കാര്യങ്ങളോ ഇല്ലാതായി ഈ ആലുവയിലെ ദിലീപിൻ്റെ വീടിന് മുന്നിൽ എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിൽ ഇനിയിപ്പോൾ വിധി വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ നടത്തും എന്ന കാര്യം പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ പ്രതിഭാഗവും പറയുന്നുണ്ട്. അതിൽ രാമൻപിള്ള വക്കീലടക്കമുള്ള ആളുകൾ പറയുന്നത് ഇനി എന്താണ് നടപടി എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കും എന്നുള്ളതാണ്. എന്താണെങ്കിലും ആരവങ്ങളും ആഘോഷങ്ങളും കെട്ടടങ്ങിയിട്ടില്ല എന്ന് തന്നെ തെളിയിക്കുന്നതാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ദിലീപിൻ്റെ പുതിയ പടത്തിൻ്റെ ഒരു പ്രൊമോഷൻ ആരംഭിക്കും എന്ന കാര്യം കൂടി അറിഞ്ഞിട്ടുണ്ട്. അതായത് ട്രെയിലർ പുറത്തേക്ക് ഇറക്കും എന്ന കാര്യം, ബാബ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ പുറത്തിറക്കും ഇതിൻ്റെ ഭാഗമായിട്ട് എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇനി ഈ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് എന്നുള്ള സൂചനയാണ്